ഇപ്പൊ ഇവിടെ രക്ഷിതാക്കൾ ഇരിക്കുന്നതുകൊണ്ട് പറയാം, അതിന് കുറച്ചൊക്കെ കാരണം നമ്മളും കൂടി ഉണ്ട് കേട്ടോ. ഇവരെ പിന്നാലെ ഇങ്ങനെ കൂടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് നിനക്ക് വല്ല പ്രണയം ഉണ്ടോ, പറയടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ലാത്തവർക്കും കൂടി ഉണ്ടാക്കി കൊടുക്കണ പരിപാടി നമുക്ക്. ഞാനടക്കമുള്ള രക്ഷിതാക്കളെ കഥയെ പറഞ്ഞിട്ട് രക്ഷിതാക്കളെ നിങ്ങൾ എന്നെ ക്ഷമിക്കണം, പിന്നാലെ കൂടുകയാണ്. ചില രക്ഷിതാക്കൾ ഇപ്പൊ പറയാൻ തുടങ്ങിയത് വേറെയാണ്. ഞാൻ കൗൺസിലിങ്ങിൽ മനസ്സിലാക്കുന്നത് എന്ത്, കല്യാണം ഒന്നും ശരിയായി, എടാ നിനക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, എന്നാ പിന്നെ അതാണ്ട് നോക്കിയാൽ മതിയല്ലോ, ഞങ്ങൾ ഇങ്ങനെ കിടന്ന് പായണ്ടല്ലോ. അപ്പൊ കുട്ടികൾക്ക് ഒരു ലൈസൻസും കൂടിയായി. അതും രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഈ തിരുവനന്തപുരത്ത് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടോന്ന് ഇങ്ങനെ ചോദിക്കാം. പിന്നെ ചില കുട്ടികളുണ്ട്, ക്ഷമിക്കണം കേട്ടോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു കൊളുത്തുണ്ടോ? നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സിന് അത് ഉണ്ടാവില്ല. എന്താടി നീ ഇങ്ങനെ എന്തായി നടക്കുന്നു, നിങ്ങളിങ്ങനെ എന്താ പറയാ അല്ലേ, പടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിയാക്കും. എന്നിട്ട് കളിയാക്കലിൽ കുടുങ്ങിയിട്ട് എന്താവും, ആ സാധു ഏതെങ്കിലും ഒരാളെ പോയിട്ട് കൊളുത്തു. അയാളെ പ്രകൃതം അറിയില്ല, അയാളെ സ്വഭാവം അറിയില്ല, ഒന്നുമില്ല. നാളെ കണ്ണൂരിലെ ഒരു കുട്ടി, ആ ഒരു കുട്ടി നല്ല മനോഹരിയായ ഒരു പെൺകുട്ടി, ഇപ്പുറത്താകട്ടെ ഒരു മെലിഞ്ഞൊണിങ്ങിയ ഒരു പയ്യനും. ഒരു പെൺകുട്ടി ഒരാണിനെ ഇഷ്ടപ്പെടാൻ 5-6 കാരണങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ എന്തായാലും പറയുന്നില്ല, മനസ്സിലായോ? സൈക്കോളജിക്കലി ഉള്ള ഒരു ടേംസ് ആണ്. ആ 6 കാരണങ്ങളിൽ ഒന്ന് പോലും ഇവന് നമ്മൾ കാണുന്നില്ല, ഒന്ന് പോലും. 6 എണ്ണത്തിൽ 3 എണ്ണം വരുമ്പോൾ കുറച്ച് ഇഷ്ടാവും, 6-ൽ 6 ഉള്ള ആൾക്കാരുണ്ടാവും. അത് ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലാണ്. 6-ൽ 6 ഉണ്ടാവും. ചില ആളുകൾ ഒന്നുപോലും ഉണ്ടാകില്ല. അപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? ഇവനൊരു മതത്തിൽപ്പെട്ടൊരു കുട്ടിയാണ്, ഇവളൊരു വേറൊരു മതത്തിൽപ്പെട്ടൊരു കുട്ടിയാണ്. അപ്പൊ അച്ഛനും അമ്മയും ബാപ്പയും പിന്നെ എല്ലാവരും കൂടി വന്നിരിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തി. ഞാൻ ചോദിച്ചു, മോളെ നിനക്കെങ്ങനെയാണ് ഇവനോട് ഇത്ര ഇഷ്ടം തോന്നിയത്? അപ്പൊ ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? സാറേ ഇവനാണെന്ന് ഞാൻ അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മേപ്പെട്ട് നോക്കി കിടക്കുകയായിരുന്നു. അല്ല സാറേ, അവൻ നല്ലൊരു മൊഞ്ചൻ, അങ്ങനെ ഈ കണ്ണൂക്കാർ അങ്ങനെ വാക്കാലോ, ഈ മൊഞ്ചൻ പയ്യനെ ഫോട്ടോ ആണ് ആദ്യം സംഭവം. ഇത് എന്ത് മാറിയതാണ്? ഫോട്ടോ മാറിയിട്ട് ചാറ്റിങ് തുടങ്ങിയതാണ്. ഇവള് വിചാരിച്ചത് അവൻ തന്നെയാണെന്നുള്ളതാണ്. അങ്ങനെ അയച്ചു കൊടുത്ത് ഇവൻ പിന്നെ സ്നാപ്ചാറ്റിലൊക്കെ പോയിട്ട് ചാറ്റിങ്ങിനും അതും ഇതൊക്കെ പോയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്ത്, ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മൊഞ്ചനെ കാണാൻ വേണ്ടി ഇവള് കാത്തിരിക്കുകയാണ്. അങ്ങനെ കാണാൻ സമ്മതിക്കണില്ല, ഞാൻ ഇന്ന ദിവസം വരെ, അപ്പോഴേക്കും കുറച്ച് ഫോട്ടോസ് ആവശ്യപ്പെടാതെ മുതിർന്ന കുട്ടികളെന്നോട് പറയാണ്. ഈ പയ്യൻ എന്താക്കാണ്, ആൺകുട്ടികൾ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, നിങ്ങളൊക്കെ നല്ല മക്കളാണ്. ആൺകുട്ടികളുടെ സൈക്കോളജി ഞാൻ പറഞ്ഞുതരാം. ഒരേ സമയം 4-5 ആൾക്കാരായിട്ട് ബന്ധമുണ്ടാവും. മനസ്സിലായോ? നിങ്ങൾ ആൺകുട്ടികളുടെ സ്വഭാവം അറിയണം. ഇവിടുത്തെ അല്ല, ഇതൊക്കെ നല്ല മന്നാനിയ കോളേജിലെ നല്ല കുട്ടികളായിരിക്കും. ഞാൻ ഇവരെ പറ്റിയല്ല പറഞ്ഞത്. ഒരേ സമയം നിങ്ങൾ ഞാൻ സൈക്കോളജി ആയിട്ടാണ് പറയാണ്. എന്ന് വെച്ചാൽ ഒരേ ഒരു പോസ്റ്റിൽ ഇരുന്നിട്ട്, അങ്ങനെയല്ലേ തെരുവിലെ പോസ്റ്റിലൊക്കെ ഇരുന്നിട്ട് അവൾക്ക് അയച്ചു കൊടുക്കും. സാനൂന് പിന്നെ കോനൂന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയക്കും. ആരാണോ എന്നിട്ട് ഹായിൽ പെട്ടെന്ന് കൊത്തിയത് അവളോടായും ചാറ്റ്. പിന്നെ എന്നിട്ട് ബട്ടർഫ്ലൈസ് മൈൻഡ് എന്നാണ് സൈക്കോളജിയിൽ അതിന് പറയാ. എന്താ ബട്ടർഫ്ലൈസ് മൈൻഡ്? മങ്കീസ് മൈൻഡ് എന്നും പറയും. മങ്കീസ് മൈൻഡ്. ഒരു ദിവസം ഒന്നില്, ഒരു ദിവസം ഒന്നില്, ഒരു ദിവസം ഒന്നില്, ഇങ്ങനെയാണല്ലോ ബട്ടർഫ്ലൈസ് ഇരിക്കുകയാണോ? എന്നൊരു പൂവിൽ പോയിട്ട് ബട്ടർഫ്ലൈസ് ഇരിക്കുമോ? ഇല്ല. ബട്ടർഫ്ലൈസ് ആ പൂവിൽ നിന്ന് ഇങ്ങോട്ട് മാറും, അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് മാറും, അതിനേക്കാൾ വർണ്ണം കാണും അങ്ങോട്ട് മാറും, അതിനേക്കാൾ സൗരഭ്യം കാണും അങ്ങോട്ട് മാറും. ഇതാണ് ബട്ടർഫ്ലൈസ് മൈൻഡ്. ഇന്ന് കേരളത്തിലെ മന്നാനിയ കോളേജിലെ കുട്ടികളെ മൊത്തം നമുക്ക് വിടാം. ഇന്ന് കേരളത്തിലെ ഏകദേശം 89% കുട്ടികളും ബട്ടർഫ്ലൈസ് മൈൻഡാണ്. ബട്ടർഫ്ലൈസ് മൈൻഡ്. കാരണം ഒരിക്കലും ഒരാളെ മാത്രം പ്രണയിക്കാൻ ആൺകുട്ടികൾക്ക് കഴിയില്ല. പ്രേമം കഥ പിന്നെ ഇതിലെ കഥ പറഞ്ഞാൽ മതി. ഒരാളെ മാത്രം, ചിലപ്പോൾ അത് പോയി ടീച്ചേഴ്സിനെ വരെ ആയിന്ന് വരും. മനസ്സിലായോ? ആ ഒരു രീതിയിൽ കുട്ടികൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. നിങ്ങളാകട്ടെ അതിൽ കൊത്തുന്ന കുട്ടികളാവാ. ഇന്നത്തെ അപകടം, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പെൺകുട്ടികളെ നോക്കി എന്നതായിരുന്നു നമ്മുടെ പരാതികൾ ഉണ്ടാവുക. അന്ന് പെൺകുട്ടികൾ പാവങ്ങളായിരുന്നു, അവരെ നോക്കാനേ പറ്റൂല. പക്ഷെ ഇന്ന് നേരെ ഓപ്പോസിറ്റായി, ആൺകുട്ടികൾ ഓടി ഒളിക്കാണ്. മന്നാനിയലുണ്ടാവൂല കേട്ടോ, നമ്മളൊക്കെ നല്ല മക്കളായിരിക്കും. ആൺകുട്ടികൾ ഓടി ഒളിക്കാൻ. എന്തുകൊണ്ട്? നമുക്കൊരു സ്റ്റേണായ ഒരു ഫാമിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല നമുക്ക്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നതില്ല. നിങ്ങൾ വലിയ വലിയ ക്യാമ്പസിൽ പോയി, ഞാൻ വീണ്ടും ക്ഷണിക്കാൻ നിങ്ങളെ, അവർ ശരിക്കും ലക്ഷ്യത്തിലേക്ക് പായാൻ, അവർക്ക് ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്യണം, ഡെല്ലിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതിൽ വർക്ക് ചെയ്യണം, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവർ പോണേ. എന്നിട്ട് തന്റെ 24-25 വയസ്സാകുമ്പോഴേക്ക് ടോപ്പ് റേഞ്ച് കമ്പനിയിൽ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഒരാളായിട്ട് മാറാൻ വേണ്ടി പോകുന്നതിനിടയ്ക്ക് ഇതിന് നേരമില്ല. IIT പൂർത്തിയാക്കിയ ഒരാളും നിങ്ങൾ പറഞ്ഞ MDMA കഴിക്കില്ല. കാരണം MDMA കഴിച്ച ഒരാൾക്ക് IIT-യിലെ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ 60ഓളം വരുന്ന പേപ്പേഴ്സ് പൂർത്തിയാക്കണമെങ്കിൽ സ്വബുദ്ധി വേണം, സ്വന്തം ചിന്തിക്കാനുള്ള ശേഷി വേണം. ആ ചിന്താശേഷി നഷ്ടപ്പെടുന്ന മയക്കുമരുന്ന് അടിച്ചിട്ട് ഒരാളും IIT-യിൽ നിന്ന് പുറത്തിറങ്ങൂല.
വഴിയിൽ വെച്ചിട്ട് വീഴുന്നവർ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ലഹരികൾ പലതുമാണ്. ലഹരിക്ക് നഷ എന്നാ പറയാ ഉറുദുവിൽ. നഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരി. ഏതൊക്കെ ലഹരി ഉണ്ട്? അതിലൊന്നാണ് മാലോം കി നഷ, എന്ത്? സമ്പത്തിന്റെ ലഹരി. കുർസി ക നഷ, അധികാരത്തിന്റെ ലഹരി. മറ്റൊന്ന് ദൗലത്ത് കി നഷ, പ്രതാപത്തിന്റെ ലഹരി. അതേപോലെ ഒന്നാണ് പ്യാർ കി നഷ, പ്രണയത്തിന്റെ ലഹരി. പ്രണയത്തിന്റെ ലഹരി. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ തുറന്നു പറഞ്ഞു, നിങ്ങൾക്കൊന്നും തോന്നരുത്. പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ അവന്റെ പോസിറ്റീവ് മാത്രം നമ്മൾ കേൾക്കുക. ആണോ അല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ മുഖത്തൊരടി കൊടുത്തെന്ന് വെക്കും. ഒരടി. ആര്? കാമുകൻ കാമുകിയുടെ മുഖത്തൊരടി എടുത്തു. ആ സമയത്ത് ഇവള് പോയിട്ട് അന്ന് എന്താക്കും? ഇവൻ പോയിട്ട് ഡയറിയിൽ എഴുതി വെക്കുന്ന വരി എന്താവും അറിയാം? അത്യാവശ്യം എഴുതുന്ന ഒരാളാണെങ്കിൽ, ഇന്നലെ നീ അടിച്ചാടി മുല്ലപ്പൂ കൊണ്ടൊരു തഴുകലേറ്റ പോലെ എന്നൊക്കെ എഴുതി വെക്കും. ഉദാഹരണം പറയാണ്. കാരണം പ്രണയിക്കുന്ന സമയത്ത് ഒരു അടി കിട്ടിയാൽ കാമുകൻ അങ്ങനെ എഴുതി വെക്കൂ. അവര് തമ്മിൽ തന്നെ കല്യാണം കഴിച്ചു എന്ന് വെക്ക്. അവര് തമ്മിൽ തന്നെ വിവാഹം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു അടി കൊടുത്ത് ആള് മാറിയിട്ടേ ഇല്ല. അന്ന് എന്തായിരിക്കും എഴുതുക? മുല്ലപ്പൂ കൊണ്ടൊരു തഴുകലേറ്റ പോലെ എന്ന പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റി കണ്ട് വായിച്ചറിയുവാൻ ഈ കാര്യം അധികം മുന്നോട്ട് പോകുമോ എന്ന് തോന്നുന്നില്ല. ഒന്നുകിലും മഹല്ല് കമ്മിറ്റിക്ക് എഴുതും, അല്ലെങ്കിൽ അമല കമ്മിറ്റിക്ക് എഴുതും. അങ്ങനെ തന്നെയല്ലേ? എടാ, ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു കെമിസ്ട്രിയാണ്. ഞാൻ അതിനെതിരൊന്നും അല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ എന്നെ പഴഞ്ചനാക്കല്ലേ. പ്രണയമൊക്കെ സംഭവിക്കാം. പക്ഷെ അത് കൃത്യമായിട്ടല്ല എങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പെൺകുട്ടി എന്താ പറഞ്ഞത്? പ്രണയം തുടങ്ങി. ഇവനാണെന്ന് തന്നെ അറിയില്ലട്ടോ. സോഷ്യൽ മീഡിയ പ്രണയല്ലേ. ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ പ്രണയം തുടങ്ങും ചെയ്യരുത്, സോഷ്യൽ മീഡിയയിൽ പ്രണയം ഒടുങ്ങും ചെയ്യരുത്. അതിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞത്. ഈ പെൺകുട്ടി ഞാൻ പറഞ്ഞില്ല, നല്ല ബ്യൂട്ടിയില്ല, ഒരു എക്സ്ട്രീം ബ്യൂട്ടി എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു പെൺകുട്ടി, ഒരു ഉണക്കച്ചുള്ളി പോലെയുള്ള, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, ഒരു പയ്യനൊരു കറുത്തേനെ പറ്റി പറഞ്ഞ ആകെ പ്രശ്നം. അപ്പോ ഞാൻ പറഞ്ഞൊരു മെലിഞ്ഞൊരു പയ്യന്, ഇങ്ങനെ പയ്യൻ ഒരു യാതൊരു അട്രാക്ഷനും അവനിൽ കാണും. ഒന്നിക്കൽ നോളജിന്റെ അട്രാക്ഷൻ വേണം, അല്ലെ? അല്ലെങ്കിൽ പ്രതിപാദനത്തിന്റെ അട്രാക്ഷൻ വേണം. അല്ല എങ്കിൽ അവന്റെ ഹ്യൂമർ സെൻസിന്റെ അട്രാക്ഷൻ വേണം. അല്ല എങ്കിൽ അവന്റെ മസിൽ പവറിന്റെ അട്രാക്ഷൻ വേണം. അല്ലെങ്കിൽ അവന്റെ ബ്യൂട്ടിയുടെ അട്രാക്ഷൻ വേണം. അല്ല എങ്കിൽ അവന്റെ സോഷ്യൽ ഫിഗർ എന്നുള്ളതിന്റെ അട്രാക്ഷൻ വേണം. അല്ലെങ്കിൽ ഫെയിം എന്നതിന്റെ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് ഫെയിമിന്റെ പേരിലാണ്. ഇങ്ങനെ ഓരോരോ ലെവലുണ്ട് സ്നേഹത്തിന്. ഇതൊന്നുമില്ലാത്തൊരു പയ്യനെ ഇപ്പുറത്തില്ല. ഞാൻ അവനെ കളിയാക്കല്ല. ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞ അവൻ അങ്ങനെ ചാറ്റ് ചെയ്ത് അവസാനം അവൻ കാണാൻ വേണ്ടി കോഴിക്കോട് വന്നത്ര, കടപ്പുറത്ത്. കോഴിക്കോട് കടപ്പുറം അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ എല്ലാ കടപ്പുറങ്ങളും അവിടെ വന്നപ്പോ ഇവനെ കണ്ടപ്പോ ഇവനല്ലത്ര നോക്കുന്നത്, അവനെവിടെയാ തിരയുന്നത്. അപ്പൊ അവൻ പറഞ്ഞത്ര ഞാൻ തന്നെയാണ് ആള്. അപ്പോൾ ചോദിച്ചത്, നീ അല്ലല്ലോ ഫോട്ടോയിൽ അയച്ച ആള്? അത് ഞാൻ തന്നെയായിരുന്നു, ആള് മാറി അയച്ചത്. അപ്പോഴേക്കും ഇവൾ ഒരുപാട് മോശപ്പെട്ട പിക്ചറുകൾ അയച്ചു കൊടുത്ത് കഴിഞ്ഞിരുന്നു. ആ മോശപ്പെട്ട പിക്ചറുകൾ കാരണത്താൽ ഈ കുട്ടിനോട് പറഞ്ഞത്ര, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് പകർത്തും, അല്ലെങ്കിൽ ഇപ്പെട്ടെടുക്കും, അല്ലെങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് വഴങ്ങിത്തരണം. അങ്ങനെ ആ പെൺകുട്ടി എന്താക്കി? എന്നേക്കുമായ പ്രണയത്തിന്റെ വലയത്തിൽ കുടുങ്ങേണ്ടി വന്നു. കാരണം ഇനി പിരിഞ്ഞാൽ ഇത് ആളുകൾ അറിയുമോ എന്ന ഭയമാണ്. ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയാൻ, ഏതെങ്കിലും ഒരു ആൺകുട്ടി അങ്ങനെ നിങ്ങളെ ഭയപ്പെടുത്തിയാൽ, ഏതെങ്കിലും ഒരു ആൺകുട്ടി നിങ്ങളെ കുറിച്ച് അങ്ങനെ മോശമായി അങ്ങനത്തെ പിക്ചർ ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇടുന്നുവെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സൈബർ സെല്ലിൽ ഉടനെ തന്നെ കൊടുക്കണം. അത് സൈബർ സെൽ അവന്റെ ഫോൺ ട്രാക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇല്ലാതെയാക്കും. സൈബർ സെല്ലിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കുക. കേരള പോലീസ് അത്ര ശക്തമാണ്. ഒരൊറ്റ പിക്ചർ പോലും അവൻ ഇടാൻ പറ്റാത്ത രീതിയിൽ കേരള പോലീസ് ലോക്കാക്കിയിരിക്കും അത്തരം തെമ്മാടി കൂട്ടങ്ങളെ എന്ന് നിങ്ങൾ പഠിക്കണം. ഒരുപാട് പെൺകുട്ടികൾ ട്രാപ്പിൽ കുടുങ്ങുന്നത് ഇതിന്റെ പേരിലാണ്. എന്നാൽ നേരെ തിരിച്ചുണ്ട്. ഞാൻ എല്ലാരെയും മോശമാക്കല്ല. ആൺകുട്ടികളെ ഇങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളെ ട്രാപ്പിലിടുന്ന പെൺകുട്ടികൾ. അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്ന സാധനത്തിനെ നിങ്ങൾ നല്ല രീതിയിലേക്ക് കൈകാര്യം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ രക്ഷിതാക്കളോട് പറയാം, ഒരു കോമൺ സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക്, വേറെതൊക്കെ നിങ്ങൾ വിട്ടേക്ക്. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് വിദൂരതയിൽ ഒരു ആൺകുട്ടിയോട് ഇഷ്ടം തോന്നി എന്ന് തോന്നിയാൽ ആദ്യം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ആരോടാ? അച്ഛനമ്മമാരോടാ. തോന്നിയാൽ, ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി പറയാണ്, ഞാൻ ഫസ്റ്റ് ഇയറിലാണ് പഠിക്കുന്നത്, പക്ഷെ PG കഴിഞ്ഞ് റിസർച്ച് പഠിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്. ആള് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, നല്ല പ്രതിഭയാണ്, നല്ല ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ഞങ്ങൾ എങ്ങോട്ടും ജ്യൂസ് കുടിക്കാൻ പോയിട്ടൊന്നുമില്ല, ഞങ്ങൾ എങ്ങോട്ടും കറങ്ങാൻ പോയിട്ടൊന്നുമില്ല. ഇപ്പൊ ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും അയാളെ പറ്റി. അങ്ങനൊക്കെ നിങ്ങൾക്ക് പറയാമല്ലോ, പറഞ്ഞൂടെ? ഇതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് കടപ്പുറത്ത് വന്നതൊക്കെ കഴിഞ്ഞാൽ ശേഷം പിന്നെ ഞാൻ എന്താ ചെയ്യാ ദൈവേ എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവേ. ഏത് പ്രണയത്തെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്?
അവന്റെ പ്രണയം. ഉദാഹരണത്തിന് ഞാൻ പെർമിഷൻ തരില്ല, MBBS ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന ഒരു കുട്ടി, MD കഴിഞ്ഞ് കിട്ടുന്ന ഒരു കുട്ടി അവിടെ ഉണ്ടെന്ന് വെക്ക്. അവരമ്മല് ചായ കുടിക്കാനോ ജ്യൂസ് കുടിക്കാനോ പോലെ വിദൂരതയിൽ ഒരു ഇഷ്ടം തോന്നിപ്പോയി. അപ്പൊ അത് മാതാപിതാക്കളോട് അവതരിപ്പിച്ച് അതങ്ങനെ എന്താക്കി നല്ല രീതിയിൽ അവർ അന്വേഷിച്ചു. അതേ ആളെ തന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. പക്ഷെ ഒരിക്കലും മോശമായ കറക്കത്തിനോ മോശമായ രീതിക്കോ എന്താക്കരുത്, പോകാൻ നിൽക്കരുത്. ഇന്ന് എത്ര കുട്ടികൾ അങ്ങനെ. ഇന്നാളൊരു പാവം ഒരു നമ്പൂരി പയ്യന്റെ അമ്മ എന്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കൈകൂപ്പിയിട്ട് ഇങ്ങനെ കരഞ്ഞു പറയും, ഒറ്റ മോനെ ഉള്ളൂ, പക്ഷെ ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിക്കാം. ആ പെൺകുട്ടി പറയാണ് ഞാൻ അവനെ വിടൂല. ഈ പയ്യൻ പറയാണ്, നമ്പൂരി പയ്യൻ പറയാണ് എന്നോട് എന്ത്, ഞാൻ ഒഴിവാക്കാൻ സാറെ തയ്യാറാണ്. അവനെ കൗൺസിൽ ചെയ്ത് ഒരുപാട് മാറ്റി, അവളെയും കൗൺസിൽ ചെയ്ത് മാറ്റാൻ നോക്കി. അവസാനം ഈ അമ്മ ഇങ്ങനെ ഒന്ന് കരയുന്ന ആ രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സാറേ എന്റെ മോനെ എനിക്ക് തിരിച്ചു തരുമോ? ഒരൊറ്റ മോനേ ഉള്ളൂ. എന്തിനാ നമ്മൾ ഈ പണിക്ക് നിൽക്കുക? നിയമം ചിലപ്പോൾ സാധൂകരിക്കാം, പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഒരു പാവം അമ്മിണി അമ്മ എന്ന് പറയുന്ന ഒരു അമ്മ അവിടെ രുക്മിണി എന്ന് പറയുന്ന ഒരു കുട്ടിയെ, അല്ലെങ്കിൽ നന്ദു എന്ന് പറയുന്ന നന്ദന എന്ന് പറയുന്ന ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി 18-20 വയസ്സ് വരെ വളർത്തിക്കൊണ്ടുപോയി. പാവം നന്ദന എന്ന് പറയുന്ന കുട്ടിയെ ഇപ്പുറത്തെ ഒരാൾ ഹുസൈൻ ക എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ ജമാൽ എന്ന് പറയുന്ന ഒരു മോന്, ആ മോനെയും വളർത്തി വലുതാക്കി ഭാവിയിൽ കോളേജിൽ വെച്ച് പ്രണയിക്കാൻ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നറിയോ? ഒന്ന്, ഫാമിലി ഇഷ്യൂ അവിടെ പോകുന്നു. പേഴ്സണൽ ഇഷ്യൂ ഭാവിയിൽ വരും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ലാസ്റ്റ് പോയി മുട്ടുന്നൊരു ഇടമുണ്ട്. അവസാനം കുട്ടികളുടെ ഇപ്പോഴൊക്കെ ഇവിടെ അങ്ങനെ തന്നെയല്ലേ, കാസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതണല്ലോ. അത് എഴുതാൻ സമയത്ത് കൺഫ്യൂഷൻ ആകുന്ന കുട്ടികൾ, അമ്പലത്തിൽ പോണോ പള്ളിയിൽ പോണോ എന്ന് കൺഫ്യൂഷൻ ആകുന്ന കുട്ടികൾ, അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറെ കുട്ടികൾ. അതവിടെ നിൽക്കട്ടെ. ഫാമിലി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫാമിലി ഇഷ്യൂയിലേക്ക് പോകുമ്പോൾ ഒരുപാട് അമ്മമാര് കരഞ്ഞുകൊണ്ടിരിക്കുക, ഒരുപാട് ഉമ്മമാര് ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇയാളുടെ മകൻ അവളെ പ്രണയിച്ചു എന്നതിന്റെ പേരിൽ ഇവർക്ക് ചില ആശയങ്ങൾ ഉണ്ടാകും, അവർക്ക് ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാകും. ഈ പാവം രുക്മിണി അമ്മയെ എന്തിനു നമ്മൾ കരയിപ്പിക്കണം? ആ പാവം അമ്മ വളർത്തി വലുതാക്കിയ കുട്ടി അവരുടെ നിറപറകളും അവരുടേതായ തോരണങ്ങളും ഒക്കെയായി അവരുടേതായ നഹം ജനാമി ഗുണ്ഠലേ നഹം ജനാമി ഭസുരേ എന്ന് പറയുന്ന പ്രാർത്ഥനാ മന്ത്രോച്ചരങ്ങളോടെ അവരവരുടെ മംഗളകർമ്മങ്ങൾ നടത്തട്ടെ. ഇപ്പുറത്താകട്ടെ അതിന്റെ രീതിയിൽ നടത്തട്ടെ. അതിന്റെ പേരിൽ എന്തിനാണ് ഒരു ഫാമിലി ഇഷ്യൂ? അതിന്റെ പേരിൽ എന്തിനാണ് ഒരു കമ്മ്യൂണൽ ഇഷ്യൂ? എന്നിട്ട് അതിന് ലവ് ജിഹാദ് എന്ന പേര് ഒരു ഭാഗത്ത്, ലവ് കുരുക്ഷേത്ര എന്ന് പറയുന്ന പേര് വേറൊരു ഭാഗത്ത്, എന്നിട്ട് രാഷ്ട്രീയക്കാർക്ക് കടിച്ചു കീറാൻ വേറെ കുറെ ഭാഗങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ തീർത്തിരിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രണയത്തിന്റെ വരെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ തരത്തിലുള്ള ഒരു ലോകത്തിലേക്ക് പോകാതെ, ഇത് ഉപദേശമല്ല. ഞാൻ 1000-2000 കുട്ടികളുടെയെങ്കിലും ഒരു ചരിത്രം അറിയുന്ന ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായി പോയി അവസാനം തിരിച്ചു വന്നു. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കേസുകളും ഹാൻഡിൽ ചെയ്ത ഒരാളെന്ന നിലയ്ക്കാണ് നിങ്ങളോട് പറയാം. ഹാൻഡിൽ ചെയ്തെന്ന വിവാദമായ പല കേസുകളുണ്ട്, പ്രമാദമായ പല കേസുകളുണ്ട്. ആ കേസുകൾ എത്തുന്ന ഒരു ചെറിയ ഒരു കോർട്ട് എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെന്റർ എന്ന അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഇതൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുകയാണ്. നിങ്ങളറിയോ അതിന്റെ പിന്നിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു പെൺകുട്ടി വന്നതിന്റെ പേരിൽ, അവൾ മാറിയതിന്റെ പേരിൽ, അതിന്റെ വിവാഹത്തിന്റെ പേരിൽ കേരളക്കര മൊത്തത്തിൽ ഒരുപാട് വർഗീയവാദികൾ ചർച്ച ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ നമ്മളെ കൊണ്ട് ഒരു വർഗീയപരമായ ചിന്താഗതി ആളുകളിലേക്ക് നമ്മൾ കൊടുക്കരുത്. നമ്മൾ അത്തരം ഒരു മോശമായ പ്രവണതയിലേക്ക് പോകരുത്. അഥവാ പ്രണയം എന്ന് പറയുന്ന ഒന്ന് കൃത്യമായിട്ടുണ്ടാകണമെങ്കിൽ അതിൻ്റെതായ ഒരു രൂപം, നിങ്ങളൊക്കെ ഒരു പൊസിഷനിലെത്തി വിദൂരതയിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കി അയാളെ വിവാഹം കഴിച്ചാൽ തിരക്കടില്ല എന്ന് തോന്നിയത് വീട്ടിലേക്ക് അവതരിപ്പിച്ച് ആ ഒരു രീതിയിൽ കൺക്ലൂഡ് ചെയ്യുന്നതിന് പകരം അമ്മയെ കരയിച്ചിട്ട് പർദ്ദയണിഞ്ഞ ഒരു പാവം പെണ്ണ് ഇങ്ങനെ ചെന്നിട്ട് മോളെ പോകല്ലേ എന്ന് പറയുമ്പോൾ റാഹിമോള് എന്ന് പറയുന്ന മോള് ഉമ്മയുടെ കാലിങ്ങനെ കാലുകൊണ്ട് തട്ടിയിട്ട് പോവാണ്. ആ പെൺകുട്ടി പിന്നെ എന്തായി? റാഹിമോള് വരെ തിരിച്ചു വന്നു. 3000-ലേറെ കുട്ടികൾ തിരിച്ചു പോയത്, 2000-ലേറെ ആൾക്കാർ പോന്നു തിരിച്ചിട്ട്. പക്ഷേ വീട്ടുകാർ പറയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോളില്ല, ഉപ്പ പറയാണ് എനിക്ക് അങ്ങനെ ഒരു മോളില്ല, അനിയന്മാര് പറയാൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏട്ടത്തില്ല. അവസാനം ഇവർക്ക് പോകാൻ ഇടമില്ലാതെ പലയിടത്തും ഇപ്പൊ അതിന്റെ സെന്റേഴ്സ് തുടങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയവർ തിരിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ്. അനാഥ മന്ദിരത്തിലെ കുഞ്ഞുങ്ങളെക്കാൾ കഷ്ടമാണ്. അവരെ നോക്കാൻ ആൾക്കാരുണ്ടാവും. ഒറ്റപ്പെട്ടു പോകുന്ന ഈ ആളുകൾ, ജീവിതം എന്തെന്നറിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞ മയക്കുമരുന്നിലൂടെ പോയിട്ട് എത്രയോ കുട്ടികൾ, ഇവിടെ ഒരു കുട്ടിയും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാം. നാളെ ഒരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തപ്പോൾ അവന് ജയിലിൽ നിന്ന്, അവന്റെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, ജയിലിൽ നിന്ന് ജസ്റ്റ് അവന് പാത്രം കൊടുക്കുമല്ലോ കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ. അതൊരു സ്റ്റീൽ അല്ല, ഈ തകരത്തിന്റെ പാത്രമാണ്. ആ സാധനം ചുരുട്ടിയിട്ട് ആകെ ഇതാക്കി വികൃതമാക്കിയിട്ട് അതുകൊണ്ട് കൈ കീറിയിട്ട് ആ കയ്യിൽ നിന്ന് ഞരമ്പിലൂടെ രക്തം കുടിക്കുന്ന കുട്ടി.
കാരണം അവനറിയാം ഇതിന്റെ അംശം രക്തത്തിൽ കലർന്നിട്ടുണ്ടെന്നും ആ കലർന്ന രക്തത്തിൽ ഇതിന്റെ അംശം ഉണ്ടെന്നും. കാരണം ഇത് കിട്ടാതെ വരുമ്പോ വിഡ്രോവൽ സിൻഡ്രോം വരുമ്പോ സ്വന്തം ഞരമ്പ് മുറിച്ചിട്ട് രക്തം കുടിക്കും. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഡി അഡിക്ഷൻ സെന്ററിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഡി അഡിക്ഷൻ, അത് മാസ്മരികമായി ചികിത്സയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡി അഡിക്ഷൻ സെന്ററിൽ കുട്ടികൾ തിരിച്ചു വരാൻ പറ്റാതെ അലമുറയിട്ട് മുടിയെല്ലാം പറത്തിയിട്ട് മുടിയെല്ലാം അടിച്ചിട്ട് തറയിലടിച്ചിട്ട് പോകുന്ന കുട്ടികളെ കാണാം. നിങ്ങൾക്ക് ഒരു കുട്ടിയെ കാണാം യൂട്യൂബിൽ, അവന്റെ പ്രസംഗം ഉണ്ട്, അവൻ അതിൽ നിന്ന് മാറിയതിനു ശേഷമുള്ള പട്ടാമ്പിക്കാരനായ ഒരു പയ്യനാണ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, മലപ്പുറം പാലക്കാടിന്റെ ബോർഡറാണ്. ആ പയ്യൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഞാൻ എന്റെ ഉപ്പനെ കടാര കൊണ്ട് കുത്തി, പാപ്പ മരിച്ചില്ല, അങ്ങനെ ഞാൻ ജയിലിലായപ്പോ ഇപ്പുറത്ത് കിടക്കുന്നത് ആരാന്നറിയോ? അപ്പുറത്ത് സ്വന്തം ജ്യേഷ്ഠനെ തലക്ക് ചെരവ് കൊണ്ട് അടിച്ച് കൊന്നാള്. ഇപ്പുറത്ത് ആരാന്നറിയോ? വെല്ലിപ്പന്റെ പേഴ്സ് കട്ടിട്ട് വെല്ലിപ്പ അവന്റെ പിന്നാലെ ഓടി, ഉപ്പന്റെ ഉപ്പ പിന്നാലെ ഓടിയപ്പോ കല്ലുകൊണ്ട് തലക്കടിച്ചിട്ട് വെല്ലിപ്പനെ കൊന്നാള്. ഇവരുടെ നടുക്കാൻ ഞാൻ പിന്നെ കഴിയുന്നേ. അവസാനം ഒരു ജഡ്ജിന്റെ കാരുണ്യത്തിലാണ് അയാൾ രക്ഷപ്പെടുന്നത്. ഇവൻ പറയാണ്, കോടതിയിൽ വെച്ചിട്ട് ചോദിച്ചു, മോനെ നിനക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണോ അതോ വീണ്ടും ഈ ജയിലിലേക്ക് എന്നെ പോണോന്ന്? ആ ജഡ്ജിക്ക് തോന്നിയൊരു കാരണം, എനിക്ക് രക്ഷപ്പെടണം സാർ. പിന്നെ കൗൺസിലിംഗ് സെന്ററിലേക്ക്, ഡി അഡിക്ഷൻ സെന്ററിലേക്ക് അങ്ങനെ മാറ്റി ഈ പാവം പട്ടാമ്പിക്കാരനായ കുട്ടികളെ ഉപദേശിച്ചു കൊടുക്കുന്ന മോനായി മാറിയിരിക്കുക. അത് നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഇപ്പൊ ഞങ്ങൾ ഉപയോഗിക്കുന്ന, ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതെങ്ങനെ വരുന്നറിയോ? വരുന്ന വഴി ഞാൻ പറഞ്ഞുതരല്ല. ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഒരു മൂലയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന ലോകം. എന്നോടൊരു പയ്യൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ പീടികയുടെ ഒരു ചെറിയ ഒരു ഭാഗമുണ്ട്, ഒരു ചെറിയ ഭാഗം, അവിടെ വന്നിട്ട് വെച്ചിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഞാൻ അതിൽ പോയപ്പോ അവിടെ ഇരിക്കുന്നുണ്ട്. അത് കയ്യിലെടുത്ത് വീട്ടിലെത്തിയിട്ട് അപ്പൊ തന്നെ എന്താക്കണം? നമ്മള് പേയ്മെന്റും കൊടുക്കണം. അതല്ലേ 64 ലക്ഷം രൂപ 4 ആളെ കൊന്നവന് കടമുണ്ടായത്? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഉമ്മ മരിച്ചില്ലെങ്കിൽ പോലും 4 ആളെ അവൻ കൊന്നില്ലേ? ഉമ്മ ലാസ്റ്റ് ബാക്കിയായി. ആ പയ്യൻ 64 ലക്ഷം രൂപ കടമായിരുന്നു. പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെ ഈ 64 ലക്ഷം രൂപ കടം വരുന്നേ? എന്റെ കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. 64 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പറമ്പ് വാങ്ങിയാൽ ഒരു വീടും വെച്ച് സുന്ദരമായിട്ട് കഴിയാം. വെറും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് ഗെയിം അഡിക്ഷൻ വന്നിട്ട്, വേറൊരു സാധനമാണ് ഗെയിം അഡിക്ഷൻ. പെൺകുട്ടികളെ നിങ്ങളും ശ്രദ്ധിച്ചോ, നിങ്ങളിപ്പോ നെഗറ്റീവ് ഗെയിമിന്റെ ആളായിരിക്കാണ്. ഞാൻ മന്നാനിയ കുട്ടികളെ പറ്റി പറയല്ല. ചില കുട്ടികൾ ഗെയിം പോയി ആ ഗെയിം പിന്നീട് ബുക്ക് ചെയ്ത് അതിനുവേണ്ടി പൈസ അടച്ച് അതിന്റെ ഒരു മാസ്മരികമായ ലോകത്തിലേക്ക് പോവാണ്.